വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCQ സെക്ഷനാണ്. അതായത് വരാൻ പോകുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള MCQ സെക്ഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം. Question number 1. Which of the following arrangement will get the maximum current in a 3 ohm resistor? In the case of 24 cell, each has internal resistance of 2 ohm. എന്നാണ് ഒരു ബാറ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഈ തന്നിട്ടുള്ളതിൽ എങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിൽ നിന്നാണ് നമുക്ക്, അതായത് മാക്സിമം കറണ്ട് ഇൻ 3 ohm resistor in case of 24 cell each has internal resistance 2 ohm എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? 12 cells in series with 2 rows in parallel. Option B, 3 cells in series with 8 rows in parallel. Option C, 6 cells in series with 4 rows in parallel. Option D, 4 cells in series with 6 rows in parallel. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് R external resistance in external അല്ലേ, R external equal to എന്താണ് പറയുന്നത്? സീരീസ് ബൈ പാരലൽ. എങ്ങനെയാണ്? സീരീസ് ബൈ പാരലൽ ഇൻറ്റു ആർ ഇൻറ്റേർണൽ എന്നാണ് കേട്ടോ. ആർ ഇൻറ്റേർണലിന് ഈ ഒരു ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് എക്സ്റ്റേർണൽ എത്ര തന്നിട്ടുണ്ട്? 3 ohm തന്നിട്ടുണ്ട് അല്ലേ, റെസിസ്റ്റർ എക്സ്റ്റേർണൽ. സീരീസ് ബൈ പാരലൽ നമുക്കറിയില്ല, എക്സ് എന്ന് എഴുതാം, ആ ഒരു ഇതിന് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? 2 ohm റെസിസ്റ്റൻസ് ഇൻറ്റേർണൽ തന്നിട്ടുണ്ട്, 2 എന്ന് കണ്ടു അല്ലേ. 2 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എക്സ് എന്ത് ചെയ്യില്ല, അറിയില്ല. എക്സ് എന്ന വാല്യൂ അറിയാത്ത കൊണ്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ്, ആർ എക്സ്റ്റേർണൽ അല്ലേ, ആർ എക്സ്റ്റേർണൽ ബൈ ആർ ഇൻറ്റേർണൽ ചെയ്താൽ പോരെ. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് നമുക്ക് കിട്ടുക? 3/2 കിട്ടും. അപ്പോൾ ഈ 3/2 കിട്ടുന്നത് ഏത് വഴിയിലാണ്? അതായത് എത്ര സെൽസ് ആണ് നമുക്ക് കിട്ടുക? ഈ 6 cells in series with 4 rows in parallel. ഓപ്ഷൻ സി നോക്കിയേ, അതിൽ നമുക്ക് ചെയ്തു തന്നാൽ നമുക്ക് എന്താണ് 3 സീരീസ് ആയിട്ടും 2 പാരലൽ ആയിട്ടും കിട്ടുന്ന ഒരു ഓപ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്തൂടെ ഓപ്ഷൻ സീന്? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 6 cells in series with 4 rows in parallel ആയി കണക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? maximum current in 3 ohm in case of 24 cell each has internal resistance of 2 ohm വരുന്നത്. Okay. Next, question number 2. According to the Bureau of Indian Standard, the maximum vertical clearance of low and medium voltage lines for the building shall be. ഇതെന്താണ്? നമ്മുടെ ഐ റൂൾ റിഗാർഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം ഐ റൂൾസ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഐ റൂൾ. അപ്പോൾ ഓപ്ഷൻ എ എത്രയാണ്? 1.2 മീറ്റർ. ഓപ്ഷൻ ബി 5.5 മീറ്റർ. ഓപ്ഷൻ സി 2 മീറ്റർ. ഓപ്ഷൻ ഡി 2.5 മീറ്റർ. അപ്പോൾ ഇതെന്താണ്? മാക്സിമം ക്ലിയറൻസ് ഓഫ് ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻ ഫ്രം ദ ബിൽഡിംഗ് ഷാൾ ബി. അതായത് മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെർട്ടിക്കൽ ക്ലിയറൻസ് എന്നൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ. നമുക്കറിയാം ഐ റൂൾ, അതായത് ഏതാണ് നമ്മുടെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾ, ഏതാണ് റൂൾ ഏത് പ്രകാരം? 79 അനുസരിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻ എ ആയി കറക്റ്റായി തോന്നാം, കാരണം 1.2 മീറ്റർ എന്നും നമുക്ക് കറക്റ്റായിട്ട് തോന്നാം. കാരണം 1.2 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. എന്നാൽ 2.5 മീറ്റർ എന്ന് പറയുന്നത് ഏതാണ്? വെർട്ടിക്കൽ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? 2.5 മീറ്റർ ആണ്. എന്നാൽ ഹൊറിസോണ്ടൽ ക്ലിയറൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അത് ഏതായിരിക്കും? 1.2 മീറ്റർ ആണ് കേട്ടോ. അതുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ. Next, question number 3. The minimum size of copper plate electrode used for the earthing should be. നമുക്കറിയാം എർത്തിങ്ങിൻ്റെ അല്ലേ പ്ലേറ്റ് ഇലക്ട്രോഡ് എത്ര സൈസിലാണെന്നുള്ളതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് എർത്തിങ് അല്ലേ, പ്ലേറ്റ് ഇലക്ട്രോഡ് യൂസ്ഡ് ഫോർ എർത്തിങ് ഷുഡ് ബി ഏത് റേഞ്ച് ആയിരിക്കും? ഓപ്ഷൻ എ
1200 mm into 1200 mm into 3.5 mm. Option B 500 mm into 500 mm into 6.3 mm. Option C 600 mm into 600 mm into 3.14 mm. Option D 600 mm into 600 mm into 6.3 mm. അപ്പോൾ ഏതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? പ്ലേറ്റ് ഇലക്ട്രോഡ് ആണ് കേട്ടോ. അപ്പോൾ കോപ്പർ പ്ലേറ്റ് ഇലക്ട്രോഡിന്റെ മിനിമം സൈസ് ഓഫ് എർത്തിങ് ഷുഡ് ബി, ആ ഒരു റേഞ്ചിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും? 600 mm into 600 mm into 3.15. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇതൊക്കെ. Question number 4. A lamp emitting light uniformly in all directions has a mean spherical candle power of 25. What will be the total luminous flux radiated by the lamp in all direction? അല്ലേ, luminous റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇലുമിനേഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? 340 ലൂമൻ. ഓപ്ഷൻ ബി 31.4 ലൂമൻ. ഓപ്ഷൻ സി 157 ലൂമൻ. ഓപ്ഷൻ ഡി 15.7 ലൂമൻ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു മീൻ MSCP അല്ലേ, MSCP തന്നിട്ടുണ്ട്. എത്രയാണ്? 25 എന്ന് തന്നിട്ടുണ്ട് MSCP എന്ന് പറയുന്നത്. അതിൽ ടോട്ടൽ ലൂമിനസ് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫ്ലക്സ് 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ഏതാണ്? ഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ MSCP എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ സ്പെരിക്കൽ എന്താണ്? കാൻഡിൽ പവർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഫ്ലക്സ് ബൈ എന്താണ്? 4π. ഇതാണ് ഇക്വേഷൻ. ഫ്ലക്സ് ബൈ എന്താണ്? 4π. ഇതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരുന്നത്. 4π അതാണ് ഇക്വേഷനായിട്ട് വരുന്നത്. അത് എത്ര തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നെ എത്ര തന്നിട്ടുണ്ട്? 25 തന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്ലക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്ലക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലക്സ് ഈക്വൽ ടു എന്താണ്? 4π ഇൻറ്റു എത്രയാണ്? 25 ചെയ്താൽ പോരെ. 4π ഇൻറ്റു 25 എന്ന് പറയുന്നത് എത്രയാണ്? 100π. 25 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 100π എന്ന് വരും. പൈയുടെ വാല്യൂ എത്രയാണ്? 100 ഇൻറ്റു എത്രയാണ് വരുന്നത്? 3.14. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 314 ലൂമൻ എന്ന് കിട്ടും. എന്ത് കിട്ടും? 314 ലൂമൻ എന്ന് കിട്ടും. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ എന്താണ്? MSCPന്റെ ഫോർമുല ഓർത്ത് വയ്ക്കുക. MSCPയുടെ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൻ്റെ ഫ്ലക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. കറക്റ്റ് ദ കോമ്പിനേഷൻ ഗിവൺ ഇൻ ദ ടേബിൾ ഈസ്. 2 കോളം തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് കോമ്പിനേഷൻ ഏതാണെന്നാണ്. അപ്പോൾ കോളം 1ൽ എന്താണ്? ലൂമിനസ് ഫ്ലക്സ്, അതായത് പി എന്ന് പറഞ്ഞാൽ ലൂമിനസ് ഫ്ലക്സ് ആണ്. യൂണിറ്റ് ലൂമൻ. കറക്റ്റ് അല്ലേ? ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ലൂമൻ തന്നെയാണ്. കറക്റ്റാണ്. ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത് അല്ലേ. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? ലൂമൻ തന്നെയാണ്. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. എന്നാൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കാൻഡിലയാണ് അല്ലേ. കാൻഡിലയാണ് യൂണിറ്റ്. അപ്പോൾ കാൻഡിലയ്ക്ക് എങ്ങനെയാണ്? ലൂമൻ പെർ സ്റ്റെറീഡിയൻ ആണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇതെന്താണ്? റോങ് ആണ് അല്ലേ. അടുത്തത് എന്താണ്? ലൂമൻ പറഞ്ഞാൽ കാൻഡിലയാണോ? അല്ല, ഫ്ലക്സ് ആണ് അല്ലേ. ലൂമൻ ഫ്ലക്സ് ആണ്. അപ്പോൾ അതും എന്താണ്? റോങ് ആണ്. എന്നാൽ ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂമൻ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതും എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഇതിൻ്റെ യൂണിറ്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഇതും ഇലുമിനേഷൻ റിലേറ്റഡ് ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള യൂണിറ്റും റോങ് ആയിട്ടുള്ള യൂണിറ്റും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് കോമ്പിനേഷൻ കറക്റ്റ് ആയിട്ടുള്ളത് എന്നത്? പിയും എക്സും ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഏതാണ്? പിയും എസും ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Next question number 6. A continuous time signal x of t is shown below. X of t by 2 is എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് സിഗ്നൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ് ഓഫ് ആൽഫ ടീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ എന്താണ്? എക്സ് ഓഫ് എന്താണ്? ആൽഫ ടീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിലെന്താണ്? ആൽഫ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതെന്തായിരിക്കും? കംപ്രഷൻ ആയിരിക്കും. എന്തായിരിക്കും? കംപ്രഷൻ ആയിരിക്കും. അറിഞ്ഞു വെക്കുക കേട്ടോ. കംപ്രഷൻ ആയിരിക്കും. എന്നാൽ ആൽഫ എന്താണ്? ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എന്തായിരിക്കും? എക്സ്പാൻഷൻ ആയിരിക്കും. എന്തായിരിക്കും? എക്സ്പാൻഷൻ ആയിരിക്കും.
എക്സ്പാൻഷൻ ആയിരിക്കുന്ന ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്താണ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എന്താണ് ആൽഫ വന്നിട്ടുള്ളത്? ആൽഫ തന്നിട്ടുള്ളത് എന്താണ്? ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എന്താ വന്നിട്ടുള്ളത്? ആൽഫ എന്ന് പറയുന്നത് ഏതാണ്? 1/2 ആണ് അല്ലേ? 1/2 അല്ലെങ്കിൽ എന്താണ് T/2 പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതെന്തായിരിക്കും? <1 ആണ്. എന്താണ്? <1 ആയതുകൊണ്ട് അതെന്താണ്? <1 അല്ലേ? <1 ആവുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അത് എക്സ്പാൻഷനിലേക്ക് പോവുകയാണ്. അതെന്തിലേക്ക് പോവുകയാണ്? എക്സ്പാൻഷനിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എക്സ്പാൻഷനിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുന്നത്? നമുക്ക് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എക്സ്പാൻഷൻ പറയുമ്പോൾ എന്താണ്? കൂടുതലാണ്. അപ്പോൾ 4 ആണ്. ഈ കണ്ടിന്യൂസ് ടൈംസ് എങ്ങനെ 4ന്റെ ഡബിൾ ആയിട്ട് വരുന്നത് ഏതാണ്? ഇതിലെ ക്വസ്റ്റ്യനിൽ ഡബിൾ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ഡബിൾ ആയിട്ട് വരുന്നത് ഏതാണ്? നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ടാണ് വരുന്നത് അല്ലേ? അതായത് എക്സ്പാൻഷൻ ആവുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. Question number 7. Odd component of given discrete time signal x of t is. എന്താണ്? x of t ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? odd component of given discrete time signal എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? discrete time signal എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓഡ് കോമ്പോണൻ്റ് ആയതുകൊണ്ട് ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കണ്ടേ? ഓഡ് കോമ്പോണൻ്റ് ആയതുകൊണ്ട് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്താ ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സ് ഓഫ് എൻ പ്ലസ് എന്താണ്? എക്സ് ഓഫ് മൈനസ് എൻ ഡിവൈഡഡ് ബൈ 2 എന്ന ഫോർമുല വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. എന്താണ്? എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് മൈനസ് എൻ ഡിവൈഡഡ് ബൈ 2 എന്ന ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ ടൈം എന്താണ്? റിവേഴ്സ് ആകണം അല്ലേ? അപ്പോൾ എക്സ് ഓഫ് എൻ പറയുമ്പോൾ അതിലെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 0, 2, 4, 2 ഒക്കെ എന്താണ്? എക്സ് ഓഫ് എൻ ആണ്. എന്നാൽ എക്സ് ഓഫ് മൈനസ് എൻ പറയുമ്പോൾ ഏതാണ് വരുന്നത്? -2. ടൈം റിവേഴ്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. -2, 1, 2, 0 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് എന്നും കിട്ടി, എക്സ് ഓഫ് മൈനസ് എന്നും കിട്ടി. ഇതിനെന്ത് ചെയ്യണം? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏതൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? -2 വരും, അതുപോലെ -4 വരും, എഗെയിൻ -2 വരും, പിന്നെന്താണ്? 0 വരും, പിന്നെ വരുന്നത് 2, 4, 2 എന്ന് വരും. ഇങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് വാല്യൂസ് കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് എക്സ് ഓഫ് എന്നും എക്സ് ഓഫ് മൈനസ് എന്നും കൂടി ടച്ച് ചെയ്ത് നോക്കുക. ഇനി എന്താണ്? ഇതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യൂ. 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ വരുന്നത്? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -1 വരും, അതുപോലെ -2 വരും, പിന്നെന്താണ്? -1, എഗെയിൻ -1, പിന്നെന്താണ്? 0, പിന്നെ വരുന്നത് 1, പിന്നെ വരുന്നത് 2, പിന്നെന്താണ്? 4, പിന്നെ വരുന്നത് എന്താണ്? 2. ഇങ്ങനെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. 2 അല്ല, സോറി, എന്താണ്? നമ്മൾ ഡിവൈഡ് ചെയ്തുല്ലോ ബൈ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1, 2, 1 ഒരു ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്നത് ആ ഒരു ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ വന്നിട്ടുള്ള ഗ്രാഫ് ഏതാണെന്ന് നോക്കിയേ. ഏതൊക്കെയാണ് വരുന്നത്? -1 വരുന്നുണ്ട്, -2 വരുന്നുണ്ട്, അപ്പോൾ എഗെയിൻ എന്താണ്? വീണ്ടും -1 വരുന്നുണ്ട് അല്ലേ? -1 വരുന്നുണ്ട്, പിന്നെ 0യിൽ പോകുന്നുണ്ട്, പിന്നെ 1, 2, 1ലേക്ക് തന്നെയാണ് പിന്നെയും പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കറക്റ്റായിട്ട് വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. Next, question number 8. If P and E are the average power and energy of a continuous or discrete time signal, then energy signal is. തന്നിട്ടുള്ള എന്താണ്? പിയും എനർജിയും, പവറും ഇ പറഞ്ഞ എനർജി എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് പവറും. പി പറഞ്ഞ പവറാണ്, ഇ എന്ന് പറഞ്ഞ എനർജിയാണ് ഒരു കണ്ടിന്യൂസ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ. അപ്പോൾ എനർജി സിഗ്നൽ എങ്ങനെയായിരിക്കും വരിക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പവർ സിഗ്നൽ ആണെങ്കിൽ ഓർത്ത് വെക്കുക, പവർ സിഗ്നൽ എന്നാണെങ്കിൽ പി പറയുന്നത് എന്താണ്? ഡെഫിനിറ്റ് വാല്യൂ ആയിരിക്കും. പി എന്താണ്? പവർ സിഗ്നലിൻ്റെ കേസിൽ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ പവർ സിഗ്നലിൻ്റെ കേസ് ആണെങ്കിൽ എന്താണ്? പി പറയുന്നത് എന്തായിരിക്കും? പവർ സിഗ്നലിൽ പി പറഞ്ഞാൽ ഡെഫിനിറ്റ് വാല്യൂ ആയിരിക്കും. എന്താണ്? ഡെഫിനിറ്റ് വാല്യൂ ആയിരിക്കും പി പറയുന്നത് അല്ലേ? അപ്പോൾ എന്താ വരിക? ഇ വന്നിട്ട് ഇൻഫിനിറ്റി ആകും. ഇ വന്നിട്ട് എന്താണ്? ഇൻഫിനിറ്റി ആകും. അപ്പോൾ വരുന്ന പവർ എങ്ങനെയാണ്? 0 P ഇൻഫിനിറ്റി. ഇതാണ് കേട്ടോ പവർ സിഗ്നലിൻ്റെ കേസ്. എന്നാൽ അടുത്ത എന്താണ്? എനർജി സിഗ്നൽ എടുക്കുകയാണെങ്കിൽ, എനർജി സിഗ്നൽ വരികയാണെങ്കിൽ അടുത്ത എന്താണ്? നമ്മുടെ എനർജി സിഗ്നൽ എടുക്കുകയാണെങ്കിൽ
എനർജി സിഗ്നലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇ വന്നിട്ട് എന്തായിരിക്കും? ഡെഫിനിറ്റ് ആയിരിക്കും. ഇ വന്നിട്ട് എന്താണ്? ഡെഫിനിറ്റ് ആയിരിക്കും. ഇ വന്നിട്ട് ഡെഫിനിറ്റ് ആയിരിക്കും. പി വന്നിട്ട് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. എനർജി എങ്ങനെയായിരിക്കും? എനർജി ഈ ഒരു കേസിലായിരിക്കും വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ എന്താ വരുന്നത്? നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നോക്കേ, 0 ലെസ് ദാൻ ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി. പി വന്നിട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ ഒരു കേസിൽ എടുക്കുമ്പോൾ, അതായത് എനർജി സിഗ്നലിൻ്റെ കേസ് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ് നമുക്ക് വരുന്നത്? ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എനർജി സിഗ്നലിൻ്റെ കേസ് എടുക്കുമ്പോൾ എന്താ വരുന്നത്? 0 ലെസ് ദാൻ ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ. Question number 9. For a continuous time system, describe by y of t equal to x of t by 2 is. Option A, causal, stable and time varying. Option B, linear and time invariant. Option C, linear and causal. Option D, linear and stable. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ലീനിയർ ആൻഡ് സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? ലീനിയർ ആൻഡ് സ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കും. Question number 9. Let x of t equal to cos t and x of t is continuous at t equal to 0. Then x of t sin t minus pi is. Option A -1, option B 0, option C cos pi del of t, option D minus del of t minus pi. ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? y of t equal to x of t by 2 തന്നിട്ടുണ്ട് അല്ലേ? എന്താ വെച്ചാൽ x of t equal to del of t minus pi ആണ് കേട്ടോ. del of t minus pi ക്വസ്റ്റ്യനിൽ ഒരു ഇതാണ്. s എന്നിട്ടുള്ളത് del ആണ് കേട്ടോ. del of t minus pi ആണ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എനി ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ എ ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് എന്തുതന്നെയായിരിക്കും? ഇമ്പൾസ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്തെങ്കിലും ഇൻ്റഗ്രൽ ആ ഒരു കേസസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ 0, -1, 5 ഒക്കെ വരുള്ളൂ ആൻസർ ആയിട്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് ടി അല്ലേ? അതായത് കോസ് ടി ഡെൽ ഓഫ് എന്താണ്? ടി മൈനസ് 5 അല്ലേ? ടി മൈനസ് 5 എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? കോസ് പൈ എന്താണ്? ഡെൽ ഓഫ് എന്ത് വരും? ടി മൈനസ് 5 എന്ന് പറയുമ്പോൾ ടി മൈനസ് പൈ പറയുമ്പോൾ കോസ് പൈ എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ആണ്. ഡെൽ ഓഫ് എന്ത് തന്നെയാണ്? ടി മൈനസ് പൈ തന്നെയാണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? മൈനസ് ഡെൽ ഓഫ് ടി മൈനസ് പൈ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? മൈനസ് ഡെൽ ഓഫ് ടി മൈനസ് പൈ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.